നമസ്കാരം. ടെക് ട്രാവലിംഗ് നന്ദകുമാറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പുലയനാർ കോട്ട എന്ന ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ്. ഇവിടുത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും കാഴ്ചകളും നമുക്ക് നടന്നു കാണാം. നമസ്കാരം, ഞാൻ നന്ദകുമാർ. എല്ലാവർക്കും എന്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പുലയനാർ കോട്ട എന്ന ആ ഒരു കോട്ടയ്ക്കകത്തുള്ള കാഴ്ചകൾ തേടിയാണ്. എൻ്റെ വീട്ടിനടുത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞാൻ കേരളത്തിനകത്തുള്ള ഒരുപാട് യാത്രകൾ ചെയ്ത് വീഡിയോകൾ പകർത്തിയപ്പോഴും എൻ്റെ സ്ഥലത്തിനടുത്തുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ, എൻ്റെ വീട്ടിനടുത്തുള്ള ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഞാൻ അത് ഉൾപ്പെടുത്താതെയാണ് അത് കടന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തുള്ള ഇങ്ങനെയുള്ള ചരിത്ര സ്മാരകമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കൂടെ ഉൾപ്പെടുത്താത്തെന്തെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ സൺഡേ ഒരു ചെറിയൊരു റൈഡിൽ അതെല്ലാം കൂടെ ആയിട്ടൊന്ന് ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഈ ഒരു പുലയനാർ കോട്ടയുടെ ആ പുലയ രാജാക്കന്മാരുടെ ആ ഒരു താവളം തേടി ആണ് എൻ്റെ ഈ യാത്ര. അപ്പം അത് ചരിത്രപരമായ കുറെ സംഭവങ്ങളാണ്. നമുക്കറിയാവുന്ന രീതിയിൽ നമുക്കത് പകർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. പണ്ട് പുലയനാർ കോട്ട ഭരിച്ചിരുന്നത് വള്ളുവ രാജാക്കന്മാര് ആയിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. AD 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയാണ് വള്ളുവ രാജാക്കന്മാരുടെ ഭരണകാലം. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 4 മൈൽ അകലെയാണ് ഈ പുലയനാർ കോട്ട എന്ന ഒരു കുന്നിൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയെ തൊട്ടുചാലിച്ച ആ മനോഹരമായ ഒരു ഭൂപ്രദേശമായിരുന്നു ആ കുന്നിൻ പ്രദേശം. അവസാനത്തെ വള്ളുവ രാജാവ് കൊല്ലപ്പെട്ടതിനു ശേഷം ഭരണത്തിലെത്തിയത് ഒരു പുലയനായിരുന്നു. പെരുമാട്ടി എന്ന പുലയ വനിതയുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരുവൻ. അയാളുടെ പേര് കാളിപ്പുലയൻ. ഇദ്ദേഹത്തിന് 2 സഹോദരിമാർ. ഒരാള് കണ്ണമാല, രണ്ടാമത്തവൾ കോത. വേളിക്കായലിന്റെ അഭിമുഖമായി മുകളിൽ കുന്നുകൾ കൂടി നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു പുലയനാർ കോട്ട. കുന്നും കാടും വയലും എല്ലാമായിരുന്നു അവിടുത്തെ ഭൂപ്രദേശം. അതിലൂടെ നടന്നു പോകുമ്പോൾ ഏതൊരാളും പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭൂതി കിട്ടുമായിരുന്നു. ഒരുപാട് ആഴമേറിയ ഗർത്തങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ പടുകൂറ്റം കിണറും ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുകയായിരുന്നു. അതേപോലെ ഈ കോട്ടയിൽ നിന്നും ഒരു തുരങ്കം അവസാനിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. അങ്ങനെ അനേകം ചരിത്രങ്ങൾ നമുക്കിവിടെ നിന്നും വായിച്ചറിയാൻ പറ്റും, ഇല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയും. ഈ കോത മഹാറാണിയുടെ കീഴിൽ കണക്കപ്പിള്ളയായി ജോലി ചെയ്തിരുന്നത് നമ്മുടെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അതേപോലെ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഒരുപാട് ഇവിടെ ജോലി ചെയ്തിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട്. കാളിപ്പുലയന്റെ സഹോദരിയായ കോതറാണി ഭരിച്ചിരുന്നത് നെടുമങ്ങാട് താലൂക്കിനകത്തുള്ള അതിനകത്തായിരുന്നു അവരുടെ ഒരു കൊട്ടാരം. ഈ നെടുമങ്ങാടിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന ഉലമലക്കൽ പഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് പിന്നെ കൊക്കോതമംഗലമായി മാറിയത്. അതായത് കോതറാണിയുടെ ഭരണ കാലഘട്ടത്ത് അല്ലെങ്കിൽ കാല സമയത്താണ് അതിനെ കൊക്കോതമംഗലമായി ആ ഒരു പേര് കിട്ടിയത്.
നിരവധി ഈ മുതലക്കുളങ്ങളും അതേപോലെ മെരുങ്ങാത്ത ആനകളെയൊക്കെയാണ് കോട്ടയ്ക്ക് കാവലായി നിർത്തിയിരുന്നത്. പുലയനാർ കോട്ടയുടെ കിണറിനകത്തു നിന്നും ഒരു തുരങ്കപാത കൊക്കോതമംഗലം കൊട്ടാരത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ രാജഭരണത്തിന് ആവശ്യമായ ഒരു കാര്യമായിരുന്നു ടാക്സ് എന്ന ഒരു വ്യവസ്ഥ. പക്ഷെ അതിൽ കോതറാണി ചെയ്തത് വളരെ മനുഷ്യത്വം നിറഞ്ഞ ഒരു കാര്യം ടാക്സിൽ കൊണ്ടുവരികയും മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ ടാക്സിൽ നിന്ന് ഒഴിവാക്കുകയും അതേപോലെ മണ്ണിൽ പണിയെടുക്കാത്ത നാട്ടിലെ പ്രമാണിമാരായ ആൾക്കാരിൽ നിന്നും ടാക്സ് ഈടാക്കുകയും ചെയ്തു. ഇത് മഹാറാണിയുടെ ഒരു രാജഭരണത്തിൽ ഒരു ഭീഷണി നേരിടേണ്ടി വന്നു. ആ ഭീഷണിയാണ് അവസാനം ഈ പറഞ്ഞ പുലയനാർ കോട്ട എന്ന ഒരു ചരിത്ര ഭൂമി തന്നെ നമുക്ക് ഇന്ന് ചരിത്രത്തിൽ നിന്നും എടുത്തു കളയേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ നിന്നും തകർന്നു പോയത് ഇതുകൊണ്ടായിരിക്കാം. ടാക്സിന് പുറമെ കോതറാണി വേറൊരു കാര്യം കൂടി ചെയ്തിരുന്നു. കാട്ടിൽ നിന്നും കാട്ടാനകളെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ മെരുക്കി ചന്തയിൽ കൊണ്ട് വിൽക്കുകയും അതിലൂടെ സമ്പാദ്യം നേടുകയും ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ അടുത്തുള്ള ഒരു ആറ്റിങ്ങൽ ദേശമായ ആ സ്ഥലത്ത് നിന്ന് കുറെ മൺചട്ടി കച്ചവടക്കാര് നമ്മുടെ ഈ സ്ഥലത്ത് വരികയും കൊക്കോതമംഗലത്തിൽ വരികയും അവിടെ ഈ മൺപാത്രങ്ങൾ കച്ചവടത്തിനായി കൊട്ടാര വാതിൽക്കൽ വരികയും കോതറാണിയെ കാണുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവർ ആ കൊട്ടാരത്തിൽ ആവശ്യമായ സാധനങ്ങൾ അവരിൽ നിന്ന് വാങ്ങി. അവരെ എനിക്ക് തോന്നുന്നു കൊശവന്മാരെന്നാണെന്ന് തോന്നുന്നു ഈ പാത്രങ്ങൾ നിർമ്മിക്കുന്നവരെ പറയുന്നത്. അതേപോലെ അതിനുശേഷം ഈ സാധനങ്ങളെല്ലാം കോതറാണി വാങ്ങിയിട്ട് പകരം നെല്ലാണ് കൊടുത്തത്. നെല്ല് കൊടുക്കുമ്പോൾ അതിൽ കോതറാണിയുടെ ഒരു തലമുടി ആ നെല്ലിൽ കൂടി വരികയും അത് കൊശവന്മാർക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇത്രയും നീളം, ഏകദേശം തലമുടിക്ക് ഏകദേശം ഒരു 6 അടിയോളം നീളം വരും. ഈ 6 അടി നീളമുള്ള തലമുടി അവർ ആറ്റങ്ങ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുകയും ആറ്റങ്ങ രാജാവ് ഇതിനെ പരിശോധിക്കുകയും തുടർന്ന് ഈ ആളിനെ രാജാവിനെ നേരിട്ട് കാണണമെന്നൊക്കെ ഉള്ളൊരു വ്യവസ്ഥ അവിടെ ഉണ്ടാവുകയും അത് അവസാനം യുദ്ധത്തിൽ അവസാനിക്കുകയും ചെയ്തു. രാജാവ് കോതറാണിയെ കല്യാണം കഴിക്കുവാൻ താല്പര്യമുണ്ടെന്ന് കൊട്ടാരത്തെ അറിയിക്കുകയും കോതറാണി അത് താല്പര്യമില്ല എന്ന് തിരിച്ചു പറയുകയും ചെയ്തു. അതായത് കോതറാണിയെ കല്യാണം കഴിച്ച് രാജാവിന്റെ അടിമയാക്കി മാറ്റുക എന്നുള്ളൊരു സമ്പ്രദായമായിരുന്നു അത്. പക്ഷെ അത് കോതറാണി നേരത്തെ മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുകയും അതേ തുടർന്ന് യുദ്ധം നടക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ കോതറാണിയുടെ അമ്മാവൻ കോതറാണിയുടെ കൊട്ടാരങ്ങൾ നശിക്കുകയും അവസാനം കോതറാണി അഭയം തേടി അമ്മാവന്റെ വീടായ ഈ പുലയനാർ കോട്ടയിൽ വരികയും അവിടെയാണ് ഏറ്റവും അവസാനം കോതറാണിയുടെ മരണം സംഭവിക്കുന്നത്. അവിടുത്തെ ഒരു പടുകൂറ്റം കിണറിനകത്താണ് കോതറാണിയുടെ കുതിരയുമായി ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പുലയനാർ കോട്ടയുടെ ആ ഒരു മുന്നിലാണ്. ഇവിടെ ഇരുന്ന് നമ്മുടെ പുലിയ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കൊട്ടാരമൊക്കെ നിലനിന്നത്. അതൊക്കെ ഇപ്പോൾ തകിടം മറിഞ്ഞു പോയി, അതിന്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല. എന്നാൽ പോലും നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെയാണ് നമ്മുടെ പുലിയ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ആ ഒരു സ്ഥലം. ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് അറിയപ്പെടുന്നതാണ്. നമുക്കത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാം. ഇവിടെ തന്നെ മുതലക്കുളങ്ങളുണ്ടായിരുന്നു, മതയാനെ മരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, കൊട്ടാരമുണ്ടായിരുന്നു. ഇതെല്ലാം നശിച്ചുപോയി. ഈ കൊട്ടാരത്തിന്റെ കോട്ടകളുണ്ടായിരുന്നു, അതെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. ഇപ്പോൾ ഇതൊരു എയർഫോഴ്സിന്റെയും അതേപോലെ ഹെൽത്ത് സെന്ററിന്റെയൊക്കെ ഒരു ഭാഗമായി ആണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. പണ്ട് ഇതുവഴി വരാൻ ഒരുപാട് പേടി ഉണ്ടായിരുന്നു. അതായത് ഈ റോഡിന്റെ ഇരുവശങ്ങളും ഭയങ്കരമായ വനഭീതിയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി നല്ല റോഡായി മാറിയിരിക്കുന്നു. എന്തായാലും ഈ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെയാണ് ഇടിച്ചു പൊളിഞ്ഞു കിടക്കുന്നത്. വനങ്ങൾ കണ്ടോ, ഇതിനകത്തൊക്കെ ആയിരുന്നു കൊട്ടാരവും. മുതലകൾക്കുള്ള ഒരു വലിയ കുളമൊക്കെ ഉണ്ടായിരുന്നു ഈ രാജാവിന്റെ കീഴിൽ. പിന്നെ അതേപോലെ ഒരുപാട് മതയാനകളെയൊക്കെ കൊണ്ട് ഇവിടെ ആറ്റിങ്ങൽ രാജാവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി
ഇവിടെ തളച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോതറാണിയുടെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു കാഴ്ചയുമായി നമുക്ക് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ വീഡിയോ കാണണം. ഓക്കെ.